2006 ഹവായിയിലെ പാൻസ്റ്റാസ് ദൂരദർശിനി ഭൂമിയെ ചുറ്റുന്ന ഒരു അർദ്ധചന്ദ്രനെ കണ്ടെത്തി. ഭൂമിക്ക് സമീപത്തെ ആ വസ്തു സൂര്യനെ ഭ്രമണം ചെയ്യുകയും ഭൂമിയുടെ നിശ്ചിത അകലത്തിൽ കഴിയുകയും ചെയ്തു. തനിയെ സഞ്ചരിക്കുന്ന കുട്ടി എന്നർത്ഥം വരുന്ന ഹവായിയൻ വാക്കായ കാമുവ ലീവ എന്നാണ് ശാസ്ത്രജ്ഞർ അതിന് നൽകിയ പേര്. ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ആ ഏകാംഗിയായ കുട്ടിയുടെ വേരുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ന് ശാസ്ത്രലോകം. ആ ചിഹ്നഗ്രഹത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിനൊടുവിലാണ് കാമുവലീവയുടെ ബന്ധുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. കാമുവലീവ ഒരു അനാഥനല്ലെന്ന് തെളിയിക്കുകയാണ് പഠനം. ഭൂമിക്ക് സമീപമുള്ള ഒരു നിഗൂഢ വസ്തുവാണ് കാമുവലീവ. ആ ചിഹ്നഗ്രഹത്തെ അർദ്ധചന്ദ്രൻ എന്നും വിളിക്കാവുന്നതാണ്. ചന്ദ്രനിൽ നിന്നും അടർന്നുപോയ ഒരു കഷ്ണമാണ് ഇതെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടിയിടിയിൽ ചന്ദ്രനിൽ നിന്ന് വേർപെട്ടുപോയ ഒരു കഷ്ണം ഭൂമിക്കും ചന്ദ്രനുമിടയിലായി പിന്നീട് സൂര്യനെ ഭ്രമണം ചെയ്തു കഴിഞ്ഞു. എന്ത് അത്ഭുതം അല്ലേ! ആ തനിയെ സഞ്ചരിക്കുന്ന കുട്ടിയെക്കുറിച്ച് വിശദമായ പഠനത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം. സൗരയൂഥത്തിൽ ഭൂമിക്ക് സമീപത്തായി 1,00,000-ലധികം പാറകളും ചിഹ്നഗ്രഹങ്ങളും ഉണ്ടെന്നാണ് പഠനം പറയുന്നത്. എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറെ വ്യത്യസ്തത നിറഞ്ഞ ചിഹ്നഗ്രഹമാണ് കാമുവലീവ. ഭൂമിക്കരികിലുള്ള മറ്റ് ചിഹ്നഗ്രഹങ്ങളിൽ അധികവും വരുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള മേഖലയിൽ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കാമുവലീവയുടെ വരവ് അങ്ങനെയായിരുന്നില്ല. മറിച്ച് ഈ പാറക്കഷ്ണം ചന്ദ്രനിൽ നിന്ന് അടർന്നു തെറിച്ചതാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. കാമുവലീവ ചന്ദ്രനിൽ നിന്നാണെന്ന് വ്യക്തമായതോടെ അത് ചന്ദ്രനിൽ എവിടെ നിന്നാണ് വന്നതെന്ന അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരവും കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ന് ശാസ്ത്രജ്ഞർ. ചന്ദ്രനിലുള്ള ജോർദാനോ ബ്രൂണോ എന്ന വലിയ ഗർത്തമിരിക്കുന്ന മേഖലയിൽ നിന്നാണ് കാമുവലീവ വരാൻ സാധ്യത കൂടുതൽ എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. കാമുവലീവ അവിടെ നിന്നും തെറിച്ചതുകൊണ്ടാണത്രേ ഈ വലിയ ഗർത്തം ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ചന്ദ്രോപരിതലത്തിലെ ഘടനയുമായുള്ള സാമ്യമാണ് മറ്റ് ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും കാമുവലീവയെ വ്യത്യസ്തനാക്കുന്നത്. കാമുവലീവ ഒരു ഹവാവിയൻ ഭാഷയിലെ വാക്കാണ്. തനിയെ സഞ്ചരിക്കുന്ന കുട്ടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഹവായിയിൽ അത്യാധുനിക ടെലിസ്കോപ്പ് ശൃംഖല സ്ഥിതി ചെയ്യുന്നതിനാൽ പല ബഹിരാകാശ വസ്തുക്കളെയും ഇവിടെ കണ്ടുപിടിക്കാറുണ്ട്. ഇവയിൽ പലതിനും ഹവായിയൻ ഭാഷയിൽ നിന്നെടുത്ത രസകരമായ പേരാണ് നൽകുന്നത്. നിലവിൽ കണ്ടെത്തിയ ഭൂമിയുടെ അർദ്ധ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും സ്ഥിരതയുള്ളതും അടുത്ത 300 വർഷത്തേക്ക് ആ ഭ്രമണപഥത്തിൽ തന്നെ തുടരുന്നതുമാണ് കാമുവലീവ. 2016 കാമുവലീവയെ ഇവിടെ കണ്ടെത്തുന്നത്. അരിസോണ സർവകലാശാലയിലെ കോസ്മോ കെമിസ്ട്രിയിലും പ്ലാനറ്ററി ജ്യോതിശാസ്ത്രത്തിലും അസോസിയേറ്റ് പ്രൊഫസറായ വിഷ്ണു റെഡ്ഡിയും അദ്ദേഹത്തിന്റെ PhD വിദ്യാർത്ഥിയായ ബെഞ്ചമിൻ ഷാർക്കിയും ചേർന്നാണ് ഈ അർദ്ധചന്ദ്രനെ ആദ്യമായി കണ്ടെത്തുന്നത്. ഏപ്രിൽ മാസത്തിലാണ് ഇതിനെ ആകാശത്തെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ദർശിക്കാൻ കഴിയുക. നഗ്നനേത്രങ്ങളിലോ സാധാരണ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചോ കാമുവലീവ തെളിയണമെന്നില്ല. ഭൂമിയിൽ നിന്ന് ഏകദേശം 1.3 കോടി കിലോമീറ്ററോളം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വലിയ ഒരു മലയുടെ വലുപ്പമുള്ള ഈ ഭീമൻ പാറയ്ക്ക് 200 അടിയോളം വിസ്തീർണമാണുള്ളത്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ കാമുവലീവയുടെ ഉപരിതലത്തിന് ചന്ദ്രനിലെ പാറക്കെട്ടുമായി ചില സാമ്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവ ചന്ദ്രോപരിതലത്തിൽ നിന്നും എത്തിയതാകാമെന്ന സംശയമുണ്ടാകുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഘടനാപരമായി ഇതിനോട് സാമ്യം പുലർത്തുന്നതാണ് ഈ പാറക്കഷ്ണങ്ങൾ എന്നുകൂടി തെളിഞ്ഞതോടെ കാമുവലീവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. US-ലെ അരിസോണ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനാണ് കാമുവലീവയെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാമുവലീവയുടെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥവും ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥവും വലിയ സാമ്യം പുലർത്തുന്നതാണെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ചിഹ്നഗ്രഹങ്ങൾക്ക് ഇത്ര സുവ്യക്തമായ ഒരു ഭ്രമണപഥം ഉണ്ടാകുന്നത് അപൂർവമാണെന്ന് പദ്ധതിയിൽ ഭാഗമായ ഇന്ത്യൻ വംശജ രേണു മൽഹോത്ര അഭിപ്രായപ്പെട്ടിരുന്നു. ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാകാം കാമുവലീവ അടർന്നുപോയത് എന്ന സംശയം വളരെ സ്വാഭാവികമാണ്. മറ്റൊരു ചിഹ്നഗ്രഹവുമായുള്ള കൂട്ടിയിടിയിൽ അങ്ങനെ സംഭവിച്ചതാകുമെന്നാണ് പ്രബലമായ ഒരു വാദം. ചന്ദ്രനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ചന്ദ്രോപരിതലത്തിൽ രൂപപ്പെട്ട ഗർത്തങ്ങൾ നമുക്ക് കാണാനാകുന്നതാണ്. ഈ ഗർത്തങ്ങളിൽ പലതും ഇത്തരം കൂട്ടിയിടിയിൽ രൂപപ്പെട്ടതാകാമെന്നതാണ് സത്യം. ഇത്തരം ഒരു കൂട്ടിയിടിയിലായിരിക്കാം കാമുവലീവ ജനിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരം. കാമുവലീവയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.